എന്തിനു വേണ്ടി ഒരു സഭയ്ക്ക് വേണ്ടി ഒരു സമുദായ സംഘടന മുന്നിട്ടിറങ്ങുന്നു? എന്തിനു വേണ്ടി സഭയുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ രംഗത്ത് വരുന്നു? പക്ഷെ അതിൻ്റെ ഒരു ഉത്തരവുമുള്ള സഭയായാലും സമുദായത്തിൻ്റെ ഭാഗമാണ്. സഭയും സമുദായവും സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ ജാതി മത വ്യത്യാസമെന്നെ, സഭാ വ്യത്യാസമെന്നെ, മതവിശ്വാസങ്ങൾക്ക് അതീതമായി നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അതാണല്ലോ, നാനാത്വത്തിൽ ഏകത്വം. വ്യത്യസ്തമായി ചിന്തിക്കുകയും ഒരു നല്ല മഹാനഗര അന്തരീക്ഷം കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് പ്രിയപ്പെട്ട സനത്കുമാർ സാറ് കൊണ്ടിയോ അദ്ദേഹം ഇങ്ങനെ ടെലിഫോണിൽ വിളിക്കുന്നത്. ഞങ്ങൾ ചില വിഷയങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ കാണുമ്പോൾ ഞാനിങ്ങനെ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം വിളിച്ചത്. നമുക്കൊരു യോജിച്ച് മുന്നോട്ട് പോയി മഹായുടെ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാൻ ശ്രമിക്കണം. ഞങ്ങളതിൻ്റെ മുൻപന്തിയിലുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തുകയും ചെയ്തത്. എന്തായാലും ഒരു സമൂഹത്തിന് വേണ്ടി വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങൾക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ സഭാ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മതവ്യത്യാസമില്ലാതെ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അതിൽ ഞാൻ CSI സഭയുടെ ഒരു പ്രസ് മീറ്റർ അല്ലെങ്കിൽ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഇനിയും ഒരുപക്ഷെ തുടർന്ന് പോകേണ്ടി വരും. തുടർന്ന് പോകുന്ന സമയങ്ങളിൽ ഇനിയും അധികമായ ആളുകൾ എത്തിച്ചേരും. നമുക്കൊരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇക്കാര്യത്തിൽ മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്നത് നാടാർ രക്തമാണ്. പക്ഷെ അതിനിടയിൽ മതവ്യത്യാസം വന്നുപോയി. അത് ആ പഴയ കാലഘട്ടത്തിൻ്റെ പാഠ്യത്വവും മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേയധികം ആളുകൾ ക്രിസ്ത്യാനികളായി, കുറേയധികം ആളുകൾ പഴയ ഹൈന്ദവരായി ഇപ്രകാരമൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു സംരംഭം ഒരുക്കിയതിൽ ഞാനേറെ സന്തോഷിക്കുകയാണ്.